പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെഡിഎസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 22, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിഎസ് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എന്താണെന്ന്. നമ്മളിന്നും അതിനുവേണ്ടി തന്നെ കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കൂ. നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോളജ് എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഇന്ന് ഫെബ്രുവരി 22 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഭാരത് ടെക് ട്രയം പ്രോഗ്രാം ലോഞ്ച്ഡ്. ഭാരത് ടെക് ട്രയം പ്രോഗ്രാം ആരംഭിച്ചു. എന്താണ് ഭാരത് ടെക് ട്രയം എന്ന് പറയുന്ന പ്രോഗ്രാം? ഇത് ഏതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണ്? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിലെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഭാരത് ടെക് ട്രയം പ്രോഗ്രാം TTP ആരംഭിച്ചത്? ഭാരത് ടെക് ട്രയം പ്രോഗ്രാം എന്ന ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് MIB, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആണ് ഭാരത് ടെക് ട്രയം പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണെന്ന് മനസ്സിലായി. അടുത്തൊരു ചോദ്യമാണ്, ഏത് വിഭാഗത്തെ പിന്തുണയ്ക്കുന്നതിനാണ് ഭാരത് ടെക് ട്രയം പ്രോഗ്രാം ആരംഭിച്ചത്? ഗെയിമിംഗ് വ്യവസായം. ഗെയിമിംഗ് ഇൻഡസ്ട്രി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും ഗെയിമിംഗ് ഇൻഡസ്ട്രി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ വഴിയുള്ള ഗെയിംസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗെയിമുകളിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ തന്നെ പറയുമ്പോൾ നല്ലൊരു വരുമാനം ഗെയിമിംഗ് സോഫ്റ്റ്വെയർ വഴി ഉണ്ടാക്കുന്നുണ്ട്. ഇതനുസരിച്ചാണ് ഇപ്പോൾ ഭാരത് ടെക് ട്രയം പ്രോഗ്രാം എന്ന രീതിയിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയൊരു പ്രോഗ്രാം ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ലോഞ്ചിങ് നടന്നിട്ടുള്ളത്. ഇന്ത്യ ഗെയിമിംഗ് മാർക്കറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2028 ആകുമ്പോഴേക്കും ഇന്ത്യൻ ഗെയിമിന് വിപണിയുടെ വളർച്ച എന്തായിരിക്കും? $6 ബില്യൺ. അതായത് 2028 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വരുമാനം $6 ബില്യൺ മാറും. ഇപ്പോൾ ഏതാണ്ട് ഒരു $3 ബില്യൺ ആണ് ഇന്ത്യയുടെ വരുമാനം. ഇനി വരുന്ന 3 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന ഒരു വലിയൊരു മാറ്റം, അതുമായി ബന്ധപ്പെട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് MIB ഭാരത് ടെക് ട്രയം പ്രോഗ്രാം ഇത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഗെയിമിംഗ് ഇൻഡസ്ട്രി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഡിജിറ്റൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴിയുള്ള ഗെയിമിംഗ്, ഇതെല്ലാം തന്നെ ഇപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ അസ്യൂം ദി BOBP IGO ചെയർമാൻഷിപ്പ്. BOBP IGO ചെയർമാൻ സ്ഥാനം ഇന്ത്യ ഏറ്റെടുത്തു. എന്താണ് BOBP IGO എന്ന് പറയുമ്പോൾ? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 21 ബംഗാൾ ഉൾക്കടൽ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതാണ്? ഇന്ത്യ. ഇപ്പം BOB എന്ന് പറയുമ്പോൾ ബേ ഓഫ് ബംഗാൾ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് BOB IGO. BOB IGO ബേ ഓഫ് ബംഗാൾ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഫെബ്രുവരി 21, അതായത് ഇന്നലെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. ബംഗ്ലാദേശ് ആയിരുന്നു ആ ഒരു ചെയർമാൻ സ്ഥാനത്ത്. ബംഗ്ലാദേശിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ ആ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടൽ BOB ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണ്? നീല സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും സമുദ്ര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും. ഇപ്പം ബ്ലൂ ഇക്കോണമി നമുക്കറിയാം എന്താണ്? ഫിഷിംഗ് ആണല്ലേ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ബ്ലൂ ഇക്കോണമി. അപ്പം ബ്ലൂ ഇക്കോണമിനെ കൂടുതലായിട്ട് പരിപോഷിക്കുക, കൂടാതെ തന്നെ മറൈൻ എക്കോസിസ്റ്റം അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതുകൂടിയാണ്. അതായത് സമുദ്രത്തിൽ ഉണ്ടാകുന്ന പൊള്യൂഷൻസ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ബേ ഓഫ് ബംഗാളിലെ, അതായത് ബംഗാൾ ഉൾക്കടലിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒന്നാണ് BOBയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ടു സ്ട്രെങ്തൻ ദി ബ്ലൂ ഇക്കോണമി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് മറൈൻ എക്കോസിസ്റ്റം, നീലസമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും സമുദ്ര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും BOB IGO. ബംഗാൾ ഉൾക്കടൽ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനിൽ എത്ര രാജ്യങ്ങളുണ്ട്? 4 രാജ്യങ്ങൾ. 4 മെമ്പേഴ്സ് ആണ് BOBയിൽ ഉള്ളത്. ബംഗ്ലാദേശ്, ഇന്ത്യ, മാൽഡീവ്സ്, ശ്രീലങ്ക എന്നീ 4 രാജ്യങ്ങൾ ആണ് BOBയിൽ ഉള്ളത്. ഇപ്പോൾ ഇതിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യയാണ്. 2025 ഫെബ്രുവരി 21 ബംഗാൾ ഉൾക്കടൽ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ 13ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗം എവിടെയാണ് നടന്നത്? മാൽഡീവ്സിലെ മാലിയിലാണ് 13ാമത്തെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ബേ ഓഫ് ബംഗാൾ BOB ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ
ആ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ഇവിടെ വെച്ചാണ് ഇന്ത്യ BOB IG ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. രോഹിത് ശർമ്മ ബിക്കെയിം ദി സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് പ്ലെയർ ടു സ്കോർ 11,000 വൺ ഡേ ഇന്റർനാഷണൽ റൺസ്. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 11,000 റൺസ് നേടുന്ന രണ്ടാമത്തെ കളിക്കാരനായി രോഹിത് ശർമ്മ മാറി. ക്രിക്കറ്റായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 11,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മത്സരത്തിൽ 11,000 വൺ ഡേ ഇന്റർനാഷണൽ റൺസ് നേടുന്ന രണ്ടാമത്തെ വ്യക്തി. ഏത് മത്സരത്തിലാണ് രോഹിത് ശർമ്മ ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 11,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ കളിക്കാരൻ എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത്? ചാമ്പ്യൻസ് ട്രോഫി. ബംഗ്ലാദേശിന് എതിരെയുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലാണ് രോഹിത് ശർമ്മ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അതായത് 11,000 റൺസ് നേടുന്ന രണ്ടാമത്തെ വ്യക്തിയായിട്ട് മാറി രോഹിത് ശർമ്മ. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. എത്ര ഇന്നിംഗ്സിലാണ് രോഹിത് ശർമ്മ 11,000 ഏകദിന റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ കളിക്കാരൻ? 261 ഇന്നിംഗ്സ്. 261 ഇന്നിംഗ്സിലാണ് രോഹിത് ശർമ്മ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ വൺ ഡേ ഇന്റർനാഷണൽ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 18,426 റൺസ് ആണ് നേടിയിട്ടുള്ളത് 452 ഇന്നിംഗ്സിൽ. ഇന്ന് ഏറ്റവും കൂടുതൽ വൺ ഡേ ഇന്റർനാഷണലിൽ റൺസ് നേടുന്ന ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ദ നമ്പർ 1 ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. തൊട്ടു താഴെയാണ് വിരാട് കോഹ്ലി. എന്നാലും ഒരു 5,000 ഏകദേശം റൺസ് ഡിഫറൻസ് ഉണ്ട്. 13,985 ആണ്. മൂന്നാം സ്ഥാനത്ത് സൗരവ് ഗാംഗുലി. 4ാം സ്ഥാനത്താണ് ഇപ്പോൾ രോഹിത് ശർമ്മ. 222 ഇന്നിംഗ്സുകളിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ 11,000 റൺസ് തികച്ചതാരാണ്? വിരാട് കോഹ്ലി. ഇന്ന് ഫാസ്റ്റസ്റ്റ് ആയിട്ട് റൺസ് നേടുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലിയാണ്. 222 ഇന്നിംഗ്സിലാണ്. എന്നാൽ 261 ഇന്നിംഗ്സിലാണ് രോഹിത് ശർമ്മ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. പങ്കജ് അദ്വാനി ക്ലിഞ്ചസ് 14th ഏഷ്യൻ സ്നൂക്കർ ഗോൾഡ് ഇൻ ദോഹ. ദോഹയിൽ പങ്കജ് അദ്വാനി 14ാമത് ഏഷ്യൻ സ്നൂക്കർ സ്വർണം നേടി. പങ്കജ് അദ്വാനിയെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിലും എടുത്തു പറഞ്ഞിരുന്ന കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ പങ്കജ് അദ്വാനി 14ാമത്തെ ഏഷ്യൻ സ്നൂക്കർ ഗോൾഡ് ദോഹയിൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ 14ാം സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? പങ്കജ് അദ്വാനി. പങ്കജ് അദ്വാനിയാണ് ദ 14th ടൈം 14ാമത്തെ പ്രാവശ്യം ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. 27 പ്രാവശ്യം ഇന്റർനാഷണൽ ബില്യാർഡ്സ് ആൻഡ് സ്നൂക്കർ ഫെഡറേഷൻ വേൾഡ് ചാമ്പ്യൻ ആണ് പങ്കജ് അദ്വാനി. കൂടാതെ 18 പ്രാവശ്യം ബില്യാർഡ്സ് വേൾഡ് ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ള ഇന്ന് ലോകത്തെന്ന് പറയുമ്പോൾ നമ്പർ 1 താരമാണ് 39 വയസ്സുള്ള പങ്കജ് അദ്വാനി. 14ാമത് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? ദോഹ. ദോഹയിൽ വെച്ചുള്ള മത്സരത്തിലാണ് 14ാമത്തെ പ്രാവശ്യം ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്ന പങ്കജ് അദ്വാനി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. മൗണ്ട് ഡുക്കാനോ വിച്ച് റീസെന്റ് ഇറപ്റ്റഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്തോനേഷ്യ. അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട മൗണ്ട് ഡുക്കാനോ ഇന്തോനേഷ്യയിലാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 20 പൊട്ടിത്തെറിച്ച ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നായ മൗണ്ട് ഡുക്കാനോ ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. അപ്പോൾ മൗണ്ട് ഡുക്കാനോ എന്ന അഗ്നിപർവ്വതം വളരെ സജീവമായിട്ടുള്ള ഒരു അഗ്നിപർവ്വതമാണ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി 20 2 ദിവസം മുമ്പ് പൊട്ടിത്തെറിച്ചു. ഇത് ഇന്തോനേഷ്യയിലെ ഒരു സജീവമായിട്ടുള്ള ഒരു അഗ്നിപർവ്വതമാണ്. 1550 ഇത് ആദ്യമായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ഇന്തോനേഷ്യയിലെ ഏത് ദ്വീപിലാണ് ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നായ മൗണ്ട് ഡുക്കാനോ സ്ഥിതി ചെയ്യുന്നത്? ഹൽ മഹേര ഐലൻഡ്, നോർത്ത് മലാക്കോ, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ നോർത്ത് മലാക്കോയിലുള്ള ഹൽ മഹേര ഐലൻഡിലാണ് മൗണ്ട് ഡുക്കാനോ എന്ന് പറയുന്ന ഈ ഒരു അഗ്നിപർവ്വതം ഉള്ളതും വളരെ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതമാണ്. ഏതാണ്ട് 2000 മീറ്റർ ഉയരത്തിലാണ് ഇതിൻ്റെ ഇപ്പോൾ പൊടിപടലങ്ങളും മറ്റും ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയറിൽ വരുന്ന ഒരു പർവ്വതമാണ് മൗണ്ട് ഡുക്കാനോ. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിത്തട്ടിൽ തന്നെ വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള റിംഗ് ഉണ്ട്, പസഫിക് റിംഗ് എന്ന് പറയുന്നു. ഈ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇന്തോനേഷ്യയിൽ എത്ര ദ്വീപുകളുണ്ട്? 17,508 ദ്വീപുകൾ. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ള ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അത് ഇന്തോനേഷ്യയാണ്. 17,508 ഐലൻഡ്സ് ആണുള്ളത്. ഇതിലും പല ഐലൻഡ്സിലും ആൾതാമസമൊന്നുമില്ലാത്ത ഐലൻഡ്സ് ആണ്.
ഇന്തോനേഷ്യയിൽ 17,508 ഐലൻഡ്സ് ആണുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.